Processing RTA application by Public Information Officer. ഓപ്പൺ RTA പോർട്ടൽ. നിങ്ങളുടെ വെബ് ബ്രൗസറിൽ RTA പോർട്ടൽ കേരള എന്ന് സെർച്ച് ചെയ്ത് സെർച്ച് റിസൾട്ടിൽ നിന്നും RTA പോർട്ടലിൻ്റെ URL-ലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ലോഗിൻ യൂസിങ് ഇ-ഓഫീസ് ക്രെഡൻഷ്യൽസ്. RTA പോർട്ടൽ ലോഗിൻ പേജിൽ നിങ്ങളുടെ ഇ-ഓഫീസ് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇ-ഓഫീസ് ഹോം പേജിലെ RTA പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും RTA പോർട്ടലിൽ പ്രവേശിക്കാം. ക്ലിക്ക് ഓൺ ഇൻബോക്സ് മെനു. മെനു ബാറിലെ ഇൻബോക്സ് ഓപ്ഷനിൽ നിന്നോ ഡാഷ്ബോർഡിൽ നിന്ന് നേരിട്ടോ ഇൻബോക്സിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നോഡൽ ഓഫീസറിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതും ഇനി പ്രോസസ്സ് ചെയ്യേണ്ടതുമായ RTA ആപ്ലിക്കേഷനുകളാണ് ഇവിടെ കാണുന്നത്. ഒരു RTA ആപ്ലിക്കേഷന്റെ രജിസ്റ്റർ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കാണാവുന്നതാണ്. ഫോർവേഡ് RTA ആപ്ലിക്കേഷൻ ടു അസിസ്റ്റന്റ്. റിമാർക്ക് രേഖപ്പെടുത്തിയ ശേഷം അസിസ്റ്റന്റിൻ്റെ പേര് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്ത് ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. RTA ആപ്ലിക്കേഷൻ്റെ വലതുവശത്തായി കാണുന്ന ഫോർവേഡ് ബട്ടണും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ RTA ഫോർവേഡഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് സ്ക്രീനിൽ കാണാം. ഇപ്പോൾ നിങ്ങളുടെ ഇൻബോക്സിൽ നിന്നും പ്രസ്തുത RTA ആപ്ലിക്കേഷൻ ബന്ധപ്പെട്ട അസിസ്റ്റന്റിൻ്റെ ഇൻബോക്സിൽ ലഭിച്ചു കഴിഞ്ഞു. Other functions of Public Information Officer. Move to e-office. RTA ആപ്ലിക്കേഷൻ അസിസ്റ്റന്റിന് ഫോർവേഡ് ചെയ്യുന്നതിന് പകരമായി ഇ-ഓഫീസ് അക്കൗണ്ടിലേക്ക് പുഷ് ചെയ്ത ശേഷം പ്രോസസ്സ് ചെയ്യുന്നതിന് മൂവ് ടു ഇ-ഓഫീസ് ഓപ്ഷൻ ഉപയോഗിക്കാം. RTA ആപ്ലിക്കേഷൻ്റെ വലത് ഭാഗത്തും മൂവ് ടു ഇ-ഓഫീസ് ഓപ്ഷൻ കാണാവുന്നതാണ്. പ്രസ്തുത RTA ആപ്ലിക്കേഷനെതിരെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവുകയും അത് PIOയുടെ ഇ-ഓഫീസ് അക്കൗണ്ടിലെ റെസീപ്റ്റ്സിലെ ക്രിയേറ്റഡ് ഫോൾഡറിൽ വന്നു ചേരുകയും ചെയ്യും. ഇത് തുടർ നടപടിക്കായി അസിസ്റ്റന്റിന് അയക്കുകയോ അല്ലെങ്കിൽ ഫയലിൽ ആഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാവുന്നതുമാണ്. ഫയലിൽ ആഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, RTA ആപ്ലിക്കേഷന് മറുപടി കത്ത് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റ് നേച്ചർ റിപ്ലൈ എന്ന് സെലക്ട് ചെയ്യുക. റെസീപ്റ്റ് നമ്പറിൽ RTA ആപ്ലിക്കേഷൻ നമ്പർ സെലക്ട് ചെയ്യുക. റിപ്ലൈ ടൈപ്പ് ഫൈനൽ എന്നോ ഇൻ്ററിം എന്നോ ആവശ്യാനുസരണം നൽകുക. ഉദാഹരണത്തിന് അഡീഷണൽ പേയ്മെൻ്റ് ഉള്ള മറുപടികൾ ഇൻ്ററിം എന്ന കാറ്റഗറിയിൽ പെടുന്നു. അന്തിമ മറുപടിയാണെങ്കിൽ ഫൈനൽ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ മെയിൻ കാറ്റഗറി എന്ന ഓപ്ഷനിൽ RTA പോർട്ടൽ എന്ന് തന്നെ നൽകാൻ ശ്രദ്ധിക്കുക. റിപ്ലൈ ടൈപ്പ് ഇൻ്ററിം ആണെങ്കിൽ മെയിൻ കാറ്റഗറി RTA പോർട്ടൽ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സബ് കാറ്റഗറിയിൽ അഡീഷണൽ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡ്രാഫ്റ്റ് ഡീറ്റെയിൽസ് ഇത്തരത്തിൽ കൃത്യമായി നൽകിയാലേ RTA പോർട്ടലിൽ അപേക്ഷകന് കൃത്യമായ മറുപടി ലഭിക്കുകയുള്ളൂ. സെൻഡ് ബാക്ക് ദി ആപ്ലിക്കേഷൻ. പ്രസ്തുത RTA ക്വസ്റ്റ്യൻ തൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട SPIOയ്ക്കോ മറ്റൊരു വകുപ്പിനോ കൈമാറുന്നതിനായി സെൻഡ് ബാക്ക് ഓപ്ഷൻ ഉപയോഗിക്കാം. ചേഞ്ച് അസിസ്റ്റന്റ്. മെനു ബാറിലുള്ള ചേഞ്ച് അസിസ്റ്റന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തൻ്റെ അധികാര പരിധിയിലുള്ള അസിസ്റ്റന്റുമാരുടെ വിവരങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കും. രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആഡ് അസിസ്റ്റന്റ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു PIO തൻ്റെ കീഴിലുള്ള എല്ലാ അസിസ്റ്റന്റുമാരെയും ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ ഒരു അസിസ്റ്റന്റ് മാറി പകരം പുതിയൊരു അസിസ്റ്റന്റ് ചാർജ് എടുക്കുന്ന അവസരത്തിൽ ചേഞ്ച് അസിസ്റ്റന്റ് എന്ന ഓപ്ഷൻ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ആഡ് അസിസ്റ്റന്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല.